എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ബിൽഡ് എ കാർ എന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ കാറ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കാറ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ അതാ ഞാൻ അവിടെ ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പോവും. കണ്ടോ, മേലെ നമുക്ക് പൈസയും കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്യൂവൽ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നു. കണ്ടോ, അങ്ങനെയാണ് നമുക്ക് പോകാനുള്ളത്. ഇനി 18 രൂപ കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടാവും. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നോക്കുക. നമുക്ക് ഇല്ല, 18 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഡ്രൈവ് ചെയ്യണം. ഇവിടെ 20 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. നോക്കിക്കോ, നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. ഫ്യൂവൽ എനിക്കായ അവിടെ നിൽക്കും. അപ്പം നമുക്ക് $31 കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ബ്ലോക്കുകൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഗ്യാസ് ടാങ്ക് നമുക്കൊന്ന് വാങ്ങണം. ഗ്യാസ് ടാങ്ക് ഇവിടെ റോബക്സ് എടുത്താൽ അതൊക്കെ കിട്ടും, പക്ഷെ വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പോകാം. ഇത് കണ്ടോ, ഇങ്ങനെ പോവാം. എംറ്റി ആയി. അപ്പോൾ നമ്മളവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാം. അത് നമുക്ക് $60 ആയാൽ നമുക്കൊരു ഫ്യൂവൽ ടാങ്ക് നമുക്ക് വെക്കാം കേട്ടോ. ഫ്യൂവൽ ടാങ്ക് എംറ്റി ആയി. $60 ആയിട്ടില്ല, ഇനി 2 രൂപേൻ്റെ കുറവുപാടുണ്ട്. ഇനി നമുക്കൊരു ഫ്യൂവൽ ടാങ്ക് വാങ്ങാനുള്ളതായി. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് ദൂരം പോകാം. നമ്മളവിടെ നിന്ന് മുന്നിൽ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഫ്യൂവൽ ടാങ്ക് വാങ്ങാം. ഇത് കണ്ടോ, ഗ്യാസ് ടാങ്ക് 60 രൂപ കൊടുത്ത് വാങ്ങി. ഇനി ആ ഫ്യൂവൽ ടാങ്ക് നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുപാടും പൈസ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. സോറി, പൈസ അല്ല, മറ്റേത് ഫ്യൂവൽ നമുക്ക് കുറച്ചുപാടും കിട്ടിയിട്ടുണ്ടാവും. കണ്ടു, ഇപ്പം നമ്മൾ ആ തിങ്ങട്ടൊന്നും വന്നില്ല. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂവൽ എംറ്റി ആയി. അത് നമുക്ക് 13-14 റേറ്റിലാണ് പൈസ കിട്ടീന്. അപ്പം നമുക്ക് 30 റേറ്റിൽ പൈസ കിട്ടി തുടങ്ങി. നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. മറ്റുള്ളവർക്ക് പോകണ്ട സ്പീഡ് കിട്ടുകയാണെങ്കിൽ എൻജിനാണ് ബെസ്റ്റ്. എൻജിൻ എത്ര ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഫ്യൂവൽ ഇപ്പോൾ തീർന്നു. അപ്പം നമ്മളെ കയ്യിൽ $77 ഉണ്ട്. ഇനി നമുക്ക് പോകാം. അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങാൻ പറ്റും നോക്കാം. എൻജിന് 100 രൂപ കൊടുക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഗ്യാസ് ടാങ്ക് വാങ്ങിയിട്ട് നമുക്ക് കുറേ ദൂരം പോകാൻ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് 100 രൂപ കിട്ടും. അപ്പം നമുക്ക് ഒരു ഫ്യൂവൽ ബാഡി വാങ്ങാം. എന്നിട്ട് ഇതിൻ്റെ മേലെ, അയ്യോ ഇവിടെ അല്ല, എടുക്ക്. ഇതെടുക്കാൻ പറ്റൂലേ? യെസ്, ഇത് നമുക്ക് ഇവിടെ. ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് ബാഡീസ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ പൈസ കൂടും. ആദ്യം നമുക്ക് 33-34 റേറ്റിലാണ് കിട്ടിയത്. കണ്ടോ, അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പായി. അപ്പം നമ്മളിത് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വേറെ സ്ഥലത്തേക്ക് കടന്നു കേട്ടോ. ഇവിടെ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് $67, 100 രൂപ കിട്ടിയാൽ നമുക്കൊരു എൻജിൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇനി പോകാം.
എൻജിൻ വെച്ച് നിങ്ങൾക്ക് അറിയാലോ സ്പീഡ് കൂടും. അപ്പം നമ്മുടെ സ്പീഡ് ഇതവിടെ 31, 30, 29 റേറ്റിലാണ് സ്പീഡ് ഇപ്പം ഉള്ളത്. ഓക്കെ, യെസ് ഗൈസ്, $100 ആയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ലാബല്ല, ബ്ലോക്ക സ്ലാബാ വേണ്ടേ? സ്ലാബ് ഒരു സ്ലാബ് വേണം. ഇനി നമുക്കൊരു ഡ്രൈവ് പാഡിങ് ചെയ്താൽ നമുക്കൊരു ഇത് വാങ്ങാം. ആ സ്ലാബ് എന്തിനാണെന്നറിയോ? നമുക്ക് അവിടെ മുന്നിലൊരു എൻജിൻ വെക്കാനാണ് സ്ലാബ്. അപ്പോൾ ആ സ്ലാബിൻ്റെ മേലെ വെച്ചാൽ മതി നമ്മുടെ എൻജിന്. അപ്പോൾ അതിനാണ് ഓൻ്റെ നോക്കൊരു ഗ്യാസ് മതി പോലെ പോണേ. കണ്ടോ? നിങ്ങളെ പേരിൽ ഗ്യാസ് എന്തെങ്കിലും ഇഞ്ചി എടുത്ത് പറഞ്ഞോട്ടോ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് തരാം, ഫ്രീ ആയി തരാം. സത്തില്ലേ? ഇനി നമുക്ക് യെസ് ഇത് വാങ്ങാൻ പൈസ ആയി. എൻജിൻ വാങ്ങി. ഇനി നമ്മൾ വാങ്ങിയ സ്ലാബ് അത് നമ്മൾ ഇവിടെ വെക്കണം. നമ്മൾ ആ എൻജിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റില്ല. അവിടെ അല്ല അവിടെ അല്ല ഗൈസ്, യെസ് അവിടെ തന്നെ. എന്നിട്ട് ഈ എൻജിന് അതിൻ്റെ മേലെ കണ്ടോ? നമുക്ക് ഒന്നുപാടിയും ഡ്രൈവ് ചെയ്യാം. അയ്യോ ഗൈസ്, സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് ബാലൻസ് കിട്ടാതായിരിക്കും കേട്ടോ. സ്പീഡ് കൂടുതലായിട്ട് ബാലൻസ് കിട്ടാതായിരിക്കണം. സ്പീഡ് കൂടിയിട്ടേ. അപ്പം നമുക്ക് ഒരു ഗ്യാസ് വാങ്ങിയിട്ടുണ്ട്, അത് ഇതിൻ്റെ മേലെ. യെസ്, ഡ്രൈവ്. കണ്ടോ ഗൈസ്, ബാലൻസ് കിട്ടാതെ നമ്മൾ പോണേ. അപ്പം നമ്മൾ ആദ്യം നിങ്ങൾക്ക് സ്പീഡ് അറിയാം. ഇപ്പം നമ്മൾ 59, 60 റേറ്റിലൊക്കെയാണ് പോണത്. നിന്നു. യെസ്, 87. അപ്പോൾ നമുക്ക് ഇനിയും ഒരു ഫ്യൂൽ ടാങ്ക് വാങ്ങാം. കാരണം അയ്യോ, ഫ്യൂൽ ടാങ്ക് അവിടെ വെച്ചില്ല. പോ. പെട്ടെന്ന് പോ. എംടി ആയി. ആ ഗ്യാസ് ടാങ്ക് അവിടെ വെക്കാട്ടോ. യെസ് ഗൈസ്, നമ്മളിപ്പോൾ HP ഗ്യാസ് കൊണ്ടുപോയിട്ടുണ്ട്. പോകാം. ഞാൻ കാണില്ല ഗ്യാസ് കൊണ്ട്. അയ്യോ, സ്പീഡും കൂടിയിട്ടുണ്ട്, ഗ്യാസിൻ്റെ ഇതും കൂടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര പോരട്ടെ, നമുക്കിനി കുറേ സ്ഥലം പോകാനുണ്ട്. അവിടെ നിന്നു. യെസ്, ഇനി നമുക്ക് $166 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഗ്യാസ് ടാങ്ക് സ്ലാബ് need more space, use this of slab. യെസ്, ഇത് നമുക്ക് ഫ്യൂവൽ കിട്ടുമോ? അത് വാങ്ങാട്ടോ. ഗ്യാസ് ടാങ്ക് സ്ലാബ് ഇത് ഗ്യാസ് ടാങ്ക് സ്ലാബ് അവസാനം വെച്ചില്ല. ഇവിടെ വെക്ക് ബ്രോ.
എന്താ ബ്രോ ഇവിടെ ബക്ക് ബ്രോ അവിടെ അല്ല ബ്രോ ഇവിടെ ബ്രോ. ഏയ് ഈ പോത്തും കുട്ടിയൊക്കെ എവിടെ വെക്കണേ? അതിൻ്റെ മേലെ വെക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് അതിൻ്റെ മേലൊക്കെ എന്തെങ്കിലും വെക്കി. ഇതെന്താണ് ഇവിടെ 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 മാറ് ഇവിടെ ടിക്ക്. ഇതെവിടെയാണ്? ഓക്കെ അവിടെ. നമുക്ക് നേരെ പോകാം. അപ്പോൾ നമുക്കൊരു ഗ്യാസ് ടാങ്ക് സ്ലാബ് അല്ലേ അതിന് ഗ്യാസ് ടാങ്ക് സ്ലാബ് ഗ്യാസ് ടാങ്ക് സ്ലാബ് ഗ്യാസ് ടാങ്ക് സ്ലാബ് ഗ്യാസ് ടാങ്ക് സ്ലാബ് ഗ്യാസ് ടാങ്ക് സ്ലാബ്. ഓ യെസ് ഗൈസ് എംറ്റി ഇപ്പം നമുക്ക് 96. ഓൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടോ. ഇനി നമുക്ക് ഓക്കെ നമുക്ക് ഇനി ഈ വണ്ടി പുതുക്കി പണിയണോ നോക്കാം ഗൈസ്. പുതുക്കി പണിയാൻ നോക്കാം. ഇപ്പോൾ നമുക്കൊരു സ്ലാബ് ഒരു 4 സ്ലാബ് ഒന്ന് ഇവിടെ 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 ഇതെവിടെയാണ്? ഇവിടെ ഒന്ന് ഇവിടെ അല്ല ഒന്ന് ഇവിടെ. എൻ്റെ ദുരൂത്തി. ഓക്കെ ഒന്ന് ഓക്കെ ഇനി ഒന്ന് ഓക്കെ. അടുത്ത മാറ്റ് ഈ ഗ്യാസ് ടാങ്ക് എടുക്കുക. എന്നിട്ട് ഇത് അവിടെ ഇത് ഇവിടെ. എന്നിട്ട് ഇപ്പം $27 അല്ലേ, നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് കുറച്ച് പോകട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഒരു ബാലൻസ് കിട്ടാനും. പിന്നെ ഇതെന്താ ശരിയാക്കെന്താ? അയ്യോ മനസ്സിലായി ഗൈസ്. അവിടെ ഒരു ഫ്യൂവൽ ടാങ്ക് സ്ലാബിൻ്റെ ഒരു വെയിറ്റ് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു സ്ലാബ് ആ ശരിയാൻ കാരണം എന്താ പറയുക, ഇവിടെ ഒരു സ്ലാബ് ഒരു ഗ്യാസ് ടാങ്ക് സ്ലാബില്ലേ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് അവിടെ വെക്കണം. എന്നിട്ട് ഇപ്പം $96 ഉണ്ട്. $96 കൊണ്ട് ഒരു ഗ്യാസ് ടാങ്ക് ഒക്കെ വാങ്ങാം. ഇപ്പോൾ ഒരു ഗ്യാസ് ടാങ്ക് വാങ്ങാം. അത് ഇവിടെ വെക്കുക. ഇനി പോകാം. ഇപ്പോൾ കണ്ടപ്പോൾ നേരെ പോകുന്നുണ്ട്. കാരണം അവിടെ ഒരു സ്ലാബിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂവൽ കിട്ടി. ഇനി അതിലേറെ ദൂരം പോകാം നമുക്ക്. ഓക്കെ ഇതിപ്പോൾ നമ്മുടെ പറക്കുണ്ടലുകീത്ത ബസ്സായിട്ട് HP ഗ്യാസ് ആൻഡ് പറക്കുണ്ടലുക ബസ്. ഇപ്പം നമുക്ക് $111 കിട്ടി. ഇപ്പം നമ്മളെ കയ്യിൽ $147 ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഗ്യാസ് ടാങ്ക് വാങ്ങാം. അപ്പോൾ നമുക്ക് $87 ഉണ്ട്. ഇനി നമുക്കൊരു $100 ആയാൽ നമുക്കൊരു എൻജിൻ ബാഡി വാങ്ങാം.
ഒരു എൻജിൻ പാഡ് നമുക്ക് വാങ്ങാം. അപ്പം നമുക്ക് നേരെ പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേ പൈസ ആയിട്ട് ഒരു എൻജിൻ വാങ്ങണം. എന്നിട്ട് ആ എൻജിന് നമുക്ക് ഒരു ഫ്യൂൽ ടാങ്കും വാങ്ങിയല്ലോ, ആ എൻജിൻ നമുക്ക് നേരെ ഫ്രണ്ടിൽ വെക്കണം. ഓക്കെ, മുന്നിലൊരു സ്ലാബും പാടും വെച്ചിട്ട് മുന്നിലൊരു എൻജിൻ പാടും വെക്കണം. സൈഡിൽ എൻജിൻ വെക്കുകയാണെങ്കിൽ അവിടെ വെയിറ്റ് കൂടിയാൽ ആ ഭാഗത്ത് ചെരിയും, അപ്പം അവിടെ വെക്കാൻ പറ്റൂല. നമുക്കൊരു സ്ലാബും പിന്നൊരു എൻജിനും വാങ്ങാം. പിന്നെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അല്ല സ്പീഡ്. ഒരു ഗ്യാസ് ടാങ്കും അതിന് വാങ്ങാം. എന്നിട്ട് നമ്മൾ വിചാരിക്കണത് ഗ്യാസ് ടാങ്ക് രണ്ടെണ്ണല്ലേ, ഒരു സ്ലാബ് മുന്നിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു എൻജിൻ വെക്കുക. മേലെ ഓക്കെ, ഒരു എൻജിൻ വെച്ചു. എന്നിട്ട് ഗ്യാസ് ടാങ്ക് ഉണ്ടല്ലോ ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഇതിൻ്റെ മേലെ. ഓക്കെ, ഒന്ന് നമുക്ക് അതിൻ്റെ ഈ താഴത്ത്. ഓക്കെ, കറക്റ്റായില്ലേ? യെസ്, നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. സ്പീഡ് കൂടിയിട്ടുണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല സ്പീഡ് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ കയറ്റം കാരണം അതിൻ്റെ അടിയിലൊരു കുണ്ടുണ്ട്, അതിൻ്റെ ബാലൻസ് കിട്ടാതെ നമ്മൾ പോകുന്നുണ്ട്. ബാലൻസ് ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് നാട്ടിലേറെ കുറച്ച് ദൂരം പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് $131 പെർ സെക്കൻഡിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ ഇതെന്താ ഗൈസ്, ഗ്ലിച്ചാണോ? ഗ്ലിച്ചാ തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പെട്ടെന്ന് വീണ്ടും വരാം കേട്ടോ, കാരണം ഇത് ഗ്ലിച്ചായിട്ടുണ്ട്. അപ്പം പറഞ്ഞ മറക്കണ്ട, ലൈക്കും സബ്സ്ക്രൈബും. ഓക്കെ.